നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാർ മത്സരിക്കും. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതികരണം. പത്തനാപുരത്തല്ല ഞാൻ പത്തനാപുരത്തുകാരനല്ലേ. ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. നമുക്ക് ഒരു ആശങ്കയും വേണ്ട. പത്തനാപുരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ്. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെയും പറ്റില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഗുഡ് ഈവനിങ്. ഈ കെ.ബി. ഗണേഷ് കുമാർ അമിത ആത്മവിശ്വാസത്തിലാണോ? ഭൂരിപക്ഷം ലഭിക്കും, താൻ വിജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമാണോ ഇത്തരമൊരു തീരുമാനം നിലവിൽ വന്നത്? അത് ഇന്ന് മാധ്യമങ്ങളോട് മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTCയുടെ ഒരു വാർത്താ സമ്മേളനത്തിനിടെയാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയരുന്നത്. അതിൽ പ്രധാനമായും ചോദ്യം ചോദിച്ച ആളുകളോട് തന്നെ, മാധ്യമപ്രവർത്തകരോട് തന്നെ, അത് എന്ത് ചോദ്യമാണ്, ആരാണ് മത്സരിക്കുക, ഞാനല്ലാതെ മറ്റാരാണ് അവിടെ മത്സരിക്കുവാനുള്ളത് എന്നത് തന്നെയായിരുന്നു മന്ത്രിയുടെ മറുപടി. തികഞ്ഞ ആത്മവിശ്വാസം തന്നെയായിരുന്നു മന്ത്രിക്കുണ്ടായിരുന്നത്. അത് ഉറപ്പാണ്, താൻ തന്നെയാണ് അവിടെ മത്സരിക്കുക, മറ്റാരും അവിടെ മത്സരിക്കില്ല എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ വാർത്ത മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. അവിടെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു, താൻ തന്നെയാണ് ആ സീറ്റിന് അർഹൻ തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വ്യക്തമായി അറിയാം, അവിടെ താനല്ലാതെ മറ്റാരും മത്സരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെയാണ് മത്സരിക്കുവാൻ പോകുന്നത് എന്നത്. എന്നാൽ കെ.ബി. ഗണേഷ് കുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അശ്വതി, ശരി ദിസ്ന, കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാർ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം.